നമുക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ കേക്ക് കോഴ്സ് പഠിച്ചിറങ്ങി അവർ ട്രെയിൻഡായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ വരുന്ന കേക്ക് ഓർഡറിലൊക്കെ കേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ഏരിയകളിൽ നമുക്ക് കേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസ് അവൈലബിൾ അല്ല. അതായത് ആ ഏരിയയിൽ സ്റ്റുഡൻസ് ഇല്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് ലൊക്കേഷൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ, കേക്ക് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ എടുത്ത് സപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇല്ല, നിങ്ങൾ ഇനി ഒരു കേക്ക് ബിസിനസ് കേക്ക് പഠിച്ച് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീ ആണെങ്കിലും കമ്പനിയെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ ചെറിയ എമൗണ്ടിന് കേക്ക് കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതായത് നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് നിലവിൽ ഓർഡർ വന്നിരിക്കുന്നതെന്ന് പറയാം. കുറേ ഏരിയകളിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പറ്റാത്ത ഏരിയയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഏരിയ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് കോട്ടയം കാടനാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അടുത്തത് മേമലയാണ് കേട്ടോ. അടുത്തത് മേമലയിൽ വിതുര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് വേണ്ടത്. അടുത്തത് തൃശ്ശൂർ പുള്ളൂർ എന്ന ഏരിയയിലേക്ക്. അടുത്തത് മലപ്പുറത്ത് കൂരാട് പൊട്ടിക്കുണ്ട് എന്നുള്ള ഭാഗത്തേക്ക്. അതുപോലെ തന്നെ അടുത്തത് തൂത, വാഴങ്ങാട് പി ഒ കേട്ടോ. വാഴങ്ങാട് പി ഒ തൂത എന്ന സ്ഥലത്തിലോട്ട് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ചേർപ്പു, നിയർ ബൈ കോമ്രേഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്നാണ്. ചേർപ്പു എന്ന ഏരിയയിലോട്ട് നമുക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് പാലക്കാട് തൃക്കാടേരി എന്നുള്ള സ്ഥലത്തോട്ട് നമുക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് വയനാട് മാനന്തവാടിയിലേക്ക് നമുക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൃശ്ശൂർ മാങ്ങാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ തന്നെ കയ്പമംഗലം എന്നുള്ള ഏരിയയിലേക്ക് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം തിരൂരിലേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് മണ്ണാർക്കാട് എന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തടിക്കാട് എന്നുള്ള ഏരിയയിൽ നിന്ന് അഞ്ചൽ തളിക്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് മലയാറ്റൂരിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് നമുക്കിവിടെ മലപ്പുറം വഴിക്കടവിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് കനകന്തൊടി എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാറക്കോട് എന്നുള്ള ഏരിയയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാരോട് അമ്പിളിക്കോണം എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പൂക്കോട്ടൂരിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് മലപ്പുറം മമ്പാടിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രം കഴക്കോട്ടും എന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മല്ലപ്പള്ളിയിൽ നിന്ന് പരിയാരം പി ഒയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് പാലോട് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പുള്ളാവൂർ നിന്ന് കേട്ടോ. കാലിക്കറ്റിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആനപ്പെട്ടി വിതുരയിൽ നിന്ന് ആനപ്പെട്ടി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് പെരുമ്പളം എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് ആലപ്പുഴ ആറാട്ടുപുഴയിൽ നിന്ന് നമുക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് മലപ്പുറം താനൂരിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് നെല്ലിമൂടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് പാലക്കാട് കൊട്ടേക്കാട് പി ഒയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് കോട്ടക്കുന്നിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പൂക്കരത്തറ കേട്ടോ. എടപ്പാളിൽ നിന്ന് നമുക്ക് പൂക്കരത്തറ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് കുറ്റിപ്പാല മലപ്പുറം കുറ്റിപ്പാല എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് പാലക്കാട് മണ്ണാർക്കാടിൽ നിന്ന് വേറെയും ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് മലപ്പുറം കോട്ടക്കലിൽ നിന്ന് നമുക്ക് കേക്ക് ഓർഡർ വന്നിട്ടുണ്ട്. കൊല്ലം പള്ളിമുക്കിൽ നിന്ന് നമുക്ക് അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് കാസർഗോഡ് കലനാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് കേട്ടോ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പെരുമ്പള്ളി എന്നുള്ള സ്ഥലത്ത് നിന്ന് കേട്ടോ. താമരശ്ശേരി അടുത്ത് പെരുമ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ.
അടുത്തത് നമുക്ക് മുല്ലപ്പള്ളിയിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നെയ്യാറ്റിൻകരയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് മരവട്ടം എന്നുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുവള്ളൂരിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട്, കരുനാഗപ്പള്ളി. അതുപോലെ തന്നെ അടുത്തത് കുറുവമ്പലം വില്ലേജ് പടിയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് കൊല്ലം കരിങ്കണ്ണൂർ PO, കൊല്ലം കരിങ്കണ്ണൂരിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് കൊല്ലം പറവൂരിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ചേലക്കര എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ചേലക്കര. അടുത്തത് പരപ്പനങ്ങാടി, മലപ്പുറം പരപ്പനങ്ങാടിയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അടുത്തത് മലപ്പുറം വേങ്ങരയിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഓർഡറുകളാണ്, ഇനിയും കുറച്ച് ഓർഡറുകൾ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള വന്നിട്ടുള്ള ഓർഡറുകളാണ്. അപ്പോൾ ഈ ഏരിയകൾ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഏരിയകളിലൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കേരളത്തിൽ കേക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളും അയച്ചു തരണം. ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ FSSAI ലൈസൻസും കാര്യങ്ങളും കൂടി തരണം. അത് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഓർഡർ ലഭിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കേക്ക് കോഴ്സ് പഠിക്കാൻ പറ്റും. അത് വളരെ ചെറിയ എമൗണ്ടിനാണ്. 15 തൊട്ട് 1 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കേക്ക് കോഴ്സ് പഠിച്ചു തീർക്കാം. അതിനുശേഷം നിങ്ങൾക്കൊന്ന് ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് കേക്കുകളൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക വീട്ടിൽ തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് പുറത്തോട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഇതുപോലെ ഓർഡറുകളൊക്കെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യും. താങ്ക്